ഹലോ ഷെയ്മാർ, എന്തൊക്കെ നിങ്ങൾ വർത്താനം? എല്ലാവരും ഹാപ്പിയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഇതാ ഈ കാണുന്ന വിവോ കമ്പനീൻ്റെ ഒരു അടിപൊളി മോഡലായിട്ടാണ് വന്നിട്ടുള്ളത്. വിവോ Y19s Pro പറയുന്ന ഒരു മോഡലാണ്. 8GB റാമും 256GB മെമ്മറിയും വരുന്ന ഈ ഒരു അടിപൊളി ഫോണിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോയും അതുപോലെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. കണ്ടിഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, വിരോധമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലെറ്റ്സ് ഗോ. അപ്പോൾ നോർമലായിട്ട് വരുന്ന എല്ലാ സാധനങ്ങളും ഈ ഒരു ബോക്സിനും വന്നിട്ടുണ്ട്. എല്ലാ ഫോണിനും വരുന്ന പോലെ തന്നെ ഒരു യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു സിം ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു അടിപൊളി സിലിക്കോൺ കവറും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നോർമലാണ്, ടെമ്പററി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സിലിക്കോൺ കവറും കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഒരു USB to Type-C കേബിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഇതാ ഈ കാണുന്ന 44 വാട്ട്സിൻ്റെ ഫ്ലാഷ് ചാർജറാണ്. ഒരു അടിപൊളി ചാർജറാട്ടോ. പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ ഫോണൊക്കെ ഫുൾ ചാർജ് ആവും. 40% 30 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ ചാർജ് ആവുമെന്നാണ് കമ്പനി പറയുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചാർജ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ചാർജറും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ഫോണ് അപ്പോൾ ഇതാണ് നമ്മൾ Y19s Pro 8GB റാം 256GB മെമ്മറി വരുന്ന ഒരു അടിപൊളി ഫോണ്. ഇതിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുള്ളത് ബ്ലൂ കളറിലാണ് ഈ ഒരു മോഡൽ വരുന്നത്. അതുമാത്രമല്ല 3 കളർ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. അതായത് സിൽവർ കളറും അതുപോലെ ബ്ലാക്ക് അതുപോലെ ഈ കാണുന്ന ബ്ലൂ അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുള്ളത് ഈ കാണുന്ന താഴെ ഭാഗത്തായിട്ട് ഒരു മൗണ്ടെയിൻ ഷേപ്പിലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു അടിപൊളി ഡിസൈനാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ ബോഡി വരുന്നത് പ്ലാസ്റ്റിക് ബോഡിയാണ്. ഇതിൻ്റെ ഫ്രെയിം ആണെങ്കിലും അതുപോലെ ഇതിൻ്റെ ബാക്ക് ബോഡി ആണെങ്കിലും ഒക്കെ പ്ലാസ്റ്റിക് ബോഡിയാണ് വരുന്നത്. എന്ന് വിചാരിച്ച് ലോക്കൽ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നുമല്ല, നല്ല ക്വാളിറ്റിയുള്ള ബോഡിയാണ്. നിലത്ത് വീണാലോ കാര്യങ്ങളൊന്നും പെട്ടെന്ന് ഡാമേജ് ഒന്നും വരാത്ത നല്ലൊരു അടിപൊളി ബോഡിയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ക്യാമറ എന്ന് പറയുന്നത് ഡ്യുവൽ ക്യാമറയാണ്. ക്യാമറൻ്റെ താഴത്തായിട്ട് തന്നെ നല്ല ഒരു അടിപൊളി ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് റിങ് പോലത്തെ ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് അവർ. അതുമാത്രമല്ല തൊട്ടപ്പുറത്ത് ഫ്ലാഷ് ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ ഫോണിന് ഡ്യുവൽ സ്പീക്കറാണ് വരുന്നത്. അതായത് മോൾ ഭാഗത്തൊരു സ്പീക്കറും താഴ് ഭാഗത്തൊരു സ്പീക്കറും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഹൈ വോളിയത്തിലും അതുപോലെ നല്ല ക്ലാരിറ്റിയുള്ള സൗണ്ടും നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നതാണ്. ഞാനിതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാനൊന്ന് പ്ലേ ചെയ്ത് നോക്കിയപ്പോൾ നല്ല അടിപൊളി സൗണ്ടാണ് കേട്ടോ. അത് ഒന്നും പറയാനില്ല, നല്ല അടിപൊളി ക്ലാരിറ്റി സൗണ്ടും അതുപോലെ ഹൈ വോളിയത്തിലും നിങ്ങൾക്കിത് കേൾക്കാൻ പറ്റും. ഇതിൻ്റെ സൗണ്ട് വരുന്നുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ സൗണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ സൗണ്ട് ക്ലാരിറ്റിയും ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കേട്ട് നോക്കി, കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറയണേ. സംഭവം അടിപൊളി സൗണ്ടാണ്, ഒന്നും പറയാനില്ല. കാരണം ഡ്യുവൽ സ്പീക്കർ വരുന്നതുകൊണ്ട് തന്നെ രണ്ട് സൈഡിലും നല്ല അടിപൊളിയായിട്ട് സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ സൗണ്ടിൻ്റെ കാര്യത്തിലൊന്നും പറയാനില്ല. പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ ഫിംഗർ പ്രിൻ്റ് വരുന്നത് ബാക്ക് സൈഡിലുള്ള ഈ കാണുന്ന റിങ്ങിലോ കാര്യങ്ങളോ ഒന്നുമല്ല. ഈ കാണുന്ന ഡിസൈൻ, ഈ ഒരു ക്യാമറിൻ്റെ താഴത്ത് കാണുന്ന ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് പെട്ടെന്ന് കാണുമ്പോൾ അതൊരു ഫിംഗർ പ്രിൻറ്റിന് കൊടുത്തൊരു ഡിസൈനാണെന്ന് വിചാരിക്കും. പക്ഷെ അതല്ല, ഈ ഡിസൈൻ കൊടുത്തിട്ടുള്ളത് ഒരു നോട്ടിഫിക്കേഷൻ ലൈറ്റിന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മളെ മെസ്സേജ് കാര്യങ്ങൾ വരുന്ന നോട്ടിഫിക്കേഷന്, അതുപോലെ ചാർജ് കഴിഞ്ഞു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷന്, അതുമാത്രമല്ല ചാർജ് കയറുന്ന സമയത്ത് അത് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷനൊക്കെ ഒരു ലൈറ്റായിട്ട് ഇവർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡിസൈന് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ്. പിന്നെ ഇതിൻ്റെ ഈ സൈഡിലായിട്ടുള്ള പവർ ബട്ടണിലാണ് നമ്മൾ ഫിംഗർ പ്രിൻറ്റ് ലോക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിന് ഫിംഗർ പ്രിൻറ്റ് ലോക്കും അതുപോലെ ഫേസ് ലോക്കും പിന്നെ നോർമലായിട്ടുള്ള പാസ്വേഡ് പിൻ കോഡൊക്കെ വരുന്നുണ്ട്. 4G നെറ്റ്വർക്കിലാണ് ഈ ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്, 5G നെറ്റ്വർക്ക് ഇല്ല. പിന്നെ ഈ ഫോണിൻ്റെ തിക്നെസ് പറയുന്നത് 8.1 mm തിക്നെസ്സാണ് വരുന്നത്. 200 ഗ്രാം 200 ഗ്രാം വെയിറ്റും വരുന്നുണ്ട് ഈ ഒരു ഫോണിന്.
IP64 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് ആണ് ഈ ഫോൺ വരുന്നത്. ഇത് വെള്ളത്തിൽ വീണാലോ അതിൽ വെള്ളത്തിൽ മുങ്ങിപ്പോയാലോ ഇത് വെള്ളം കയറാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. പിന്നെ ഇതിന്റെ ഡിസ്പ്ലേനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 90 ഹെർട്സിന്റെ 6.68 ഇഞ്ചസിൽ വരുന്ന ഒരു അടിപൊളി ഡിസ്പ്ലേ ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇത് ഫുൾ സൈസ് ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന് വരുന്ന ചിപ്സെറ്റ് എന്ന് പറയുന്നത് യൂണിസോക് ടൈഗർ T612 വരുന്ന ഒരു ചിപ്സെറ്റ് ആണ് ഇതിന് വരുന്നത്. അതുപോലെ ഇതിന്റെ GPU വരുന്നത് മാലി G57 ആണ്. അപ്പോൾ ചിപ്സെറ്റിനെ കുറിച്ചും അതുപോലെ GPUനെ കുറിച്ചും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അതിൽ ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. പിന്നെ അതിൻ്റെ പ്രൊസസ്സർ അറിയുന്നത് ഒക്ടാകോർ പ്രൊസസ്സറാണ്. 1.8 GHz കോർട്ടെക്സ് A75 അതുപോലെ 1.8 GHz കോർട്ടെക്സ് A55 വരുന്നുണ്ട്. രണ്ടും രണ്ട് പർപ്പസിനാണ് കൊടുത്തിട്ടുള്ളത്. A55 കൊടുത്തിട്ടുള്ളത് നമ്മളെ നോർമൽ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടും, A75 കൊടുത്തിട്ടുള്ളത് നമ്മളെ ഗെയിംസ് കാര്യങ്ങൾ അതുപോലെ ഹൈ പെർഫോമൻസ് വേണ്ട സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് A75 കൊടുത്തിട്ടുള്ളത്. ഈ ഒരു മോഡലിന് 2 വേരിയൻ്റ് ഇറങ്ങിയിട്ടുണ്ട്. ഒന്ന് 4+64 GB വരുന്ന ഒരു മോഡലും, അതായത് 4 GB റാമും 64 GB മെമ്മറിയും വരുന്ന ഒരു മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ 8 GB റാമും 256 GB മെമ്മറിയും വരുന്ന ഈ ഒരു മോഡലും ഇറങ്ങിയിട്ടുണ്ട്. ഈ 2 മോഡലിനും ചെറിയ തോതിലുള്ള പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ 8 GB റാമും 256 GB മെമ്മറി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സ്റ്റോറേജും അതുപോലെ നല്ലൊരു പെർഫോമൻസ് ഉള്ള ഒരു ഫോൺ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. 6000 mAh വരുന്ന ഒരു ബാറ്ററിയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് സമയം നിങ്ങൾക്ക് ബാക്കപ്പും കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ ഒരുപാട് നേരം നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല. കാരണം 6000 mAh ബാറ്ററി വരുന്നുണ്ട്. അതുപോലെ 44 വാട്ട്സിന്റെ ഒരു അടിപൊളി ചാർജറും കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ബാറ്ററി തീരുക അല്ലെങ്കിൽ സ്ലോ ആയിട്ട് ചാർജ് ആവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ബാറ്ററി ആണെങ്കിലും ചാർജർ ആണെങ്കിലും രണ്ടും അടിപൊളിയാണ്. പിന്നെ ഫൈനലായിട്ട് ഇതിന്റെ ക്യാമറ 50 MP ആണ് ഇതിന്റെ ബാക്ക് ക്യാമറ വരുന്നത്. 5 MP ആണ് ഇതിന്റെ ഫ്രണ്ട് ക്യാമറ വരുന്നത്. 1080p 30 FPS ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ബാക്ക് ക്യാമറ വരുന്നുണ്ട്. ഇതിൽ നിന്ന് എടുത്ത നല്ല അടിപൊളി ഫോട്ടോസും വീഡിയോസും ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. നിങ്ങൾക്ക് ആ വീഡിയോസൊക്കെ കണ്ടിട്ട് നല്ല അടിപൊളിയാണെന്ന് തോന്നുകയെന്നുണ്ടെങ്കിൽ വാങ്ങാവുന്ന നല്ലൊരു അടിപൊളി ഫോണാണ് Y19s Pro പറയുന്നത്. പറ്റുകയാണെങ്കിൽ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.